കൊല്ലം സുധിയും രേണുവും ചേർന്ന് ഞാലിയാൻ കുഴിയുള്ള നിരവധി പേരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ടെന്ന് ഷെഫീന ബീബി. പലർക്കും പണം തിരികെ കൊടുത്തിട്ടില്ലെന്നും ഷെഫീന ബീബി പറയുന്നു. സുധിക്ക് 1,00,000 രൂപയുടെ കടം കൊടുത്ത കെണിയിലായ വ്യക്തിയുടെ വോയിസ് ക്ലിപ്പും ഷെഫീന പുറത്തുവിട്ടു. 1,00,000 രൂപ കൊല്ലം സുധി പറ്റിച്ചു വാങ്ങിയവർ എന്നോട് ഇക്കാര്യം വെളിപ്പെടുത്തി. അവരുടെ കയ്യിൽ അതിനുള്ള തെളിവുമുണ്ട്. ഞാലിയാൻകുഴിയിലുള്ള ഒരുപാട് പേരെ കയ്യിൽ നിന്ന് സുധി പണം അടിച്ചു മാറ്റിയിട്ടുണ്ട്. പൈസയ്ക്ക് വേണ്ടി സുധിയെയും രേണുവും ആർഭാടവും മാടിമ്പത്തരവും വിളിച്ചു പറയും. അത് കേട്ട് ആളുകൾ അവരുടെ അടുത്തേക്ക് പോയി ചാടിക്കൊടുക്കും, പണം കൊടുക്കും. പിന്നെ അത് തിരിച്ചു കിട്ടാൻ വേണ്ടി സുധിയുടെയും രേണുവിൻ്റെയും കാല് പിടിക്കേണ്ട ഗതികേട് വരും. പണം കടം കൊടുക്കുമെന്ന പുരുഷനാണെങ്കിൽ അയാൾ പിന്നീട് പണം ചോദിക്കാൻ ചെന്നാൽ അയാൾ പീഡിപ്പിച്ചു എന്ന് രേണുവും ചേച്ചിയും കൂടി പറയും. അങ്ങനെ അവർ കാരണം ഒരാൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. സുധി മരിച്ചതിൻ്റെ ഇൻഷുറൻസ് തുക ലഭിക്കാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛൻ തന്നോട് വാങ്ങിയ പണം തിരികെ തരണമെന്ന് ആവശ്യപ്പെട്ട് പണം കൊടുത്ത ആൾ കിച്ചുവിനെ വിളിച്ചിരുന്നു. അച്ഛൻ്റെ കടം വീട്ടേണ്ടത് മകൻ്റെ ഉത്തരവാദിത്തമല്ലല്ലോ, അല്ലെങ്കിൽ സുധിയുടെ ഭാര്യയെന്ന് അവകാശപ്പെടുന്ന രേണുവിൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ആ സ്ത്രീ കൊടുക്കില്ല. സുധിയുടെ ബോഡി ക്രിസ്ത്യൻ ആചാരപ്രകാരമാണ് റീനു അടക്കിയത്. അയാൾ പെട്ടിക്കകത്താക്കി സെമിത്തേരിയിൽ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് ഉദ്ദേശം ഇൻഷുറൻസ് വാങ്ങിയെടുക്കുക എന്നത് മാത്രമാണ്. അങ്ങനെ ചെയ്ത റീനു അയാളുടെ പേരിലുള്ള കടങ്ങൾ തീർക്കാനും ബാധ്യസ്ഥയാണ് എന്നും ഷെഫീന ബീവി പറഞ്ഞു. സുധിക്ക് പണം കൊടുത്ത വ്യക്തി പറഞ്ഞത് ഇങ്ങനെയാണ്: 1,00,000 രൂപ എനിക്ക് തരാനുണ്ട്. സുധിക്ക് പണിയും കൂലിയുമില്ലായിരുന്നു. 10, 15 എണ്ണത്തിന് അവന് ചെലവ് കൊടുക്കണ്ടേലേ. സുധി അവരെയെല്ലാം കൂടി പിഴിയുകയായിരുന്നു. എല്ലാവർക്കും കടം വാങ്ങും. കൊമ്പത്തെ ആളല്ലേ. മേടിച്ച് തിന്നതിൻ്റെ പൈസയാണെങ്കിൽ രേണുവിന് തിരിച്ചു കൊടുക്കാമല്ലോ. പൊന്തങ്ങാനത്തുള്ള ഒരു സ്ത്രീയുടെ മാല രേണു വാങ്ങി പണയം വെച്ചിരുന്നു. അത് ഇതുവരെയും തിരികെ എടുത്തു കൊടുത്തിട്ടില്ല. ആ സ്ത്രീ തൊഴിലുറപ്പിന് പോയി ജീവിക്കുകയാണ്. രമ്യയുടെ ഭർത്താവിന് പണിക്ക് പോകാറാവില്ല. വല്ലപ്പോഴും പെയിൻറ്റിങ്ങിന് പോവും. സുധി എനിക്ക് ചെക്ക് തന്നിരുന്നു. പണം കിട്ടാതായപ്പോൾ അതുകൊണ്ട് ഞാൻ കേസ് കൊടുത്തു. അതിനിടയിൽ സുധി മരിച്ചു. ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് ആ പടത്തിൻ്റെ കടം വീട്ടിയത്. മറ്റൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് സുധിക്ക് കൊടുത്തത്. ഞങ്ങളുടെ അടുത്താണ് പയ്യൻ്റെ രേണുവിൻ്റെ ആദ്യ വിവാഹം ചെയ്തത്. അവൻ്റെ അമ്മയെ വരെ രേണു തള്ളി. ഒരു പണിയും ആ വീട്ടിൽ ചെയ്യില്ലായിരുന്നു. അങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായെന്നും അവർ പിരിഞ്ഞതും. പൊങ്ങനത്തുള്ളവർക്ക് രേണുവിൻ്റെ സ്വഭാവം ആ കുടുംബത്തിൻ്റെ കഥയും നന്നായി അറിയാം. ഇവർ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാറില്ല. എപ്പോഴും കടയിൽ പോയി കടം വാങ്ങി കഴിക്കും. അവരെ പോറ്റാൻ സുധി ഒരുപാട് കഷ്ടപ്പെട്ടു. ഞാലിയാൻകുഴിയിൽ ആർക്കും സുധിയെ ഇഷ്ടമായിരുന്നില്ല. മദ്യപാനിയായിരുന്നു.